ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐഫോണിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ മ്യൂസിക് പ്ലെയർ ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഈ ആപ്ലിക്കേഷൻ സാധാരണ മ്യൂസിക് പ്ലെയറുകൾ പോലെയല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് സോങ് വേണമെങ്കിലും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള സോങ്ങുകൾ വരെ ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾക്ക് ആഡ് ന്യൂ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലൗഡ് സർവീസുകളായിട്ടുള്ള ഡ്രോപ്പ് ബോക്സ്, ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ് തുടങ്ങിയവയിൽ ഏതെങ്കിലും തരത്തിലുള്ള സോങ്ങുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ സൗണ്ട് ക്ലൗഡ്, സിഗ്, MP3, NCT തുടങ്ങിയ ക്ലൗഡ് സർവീസുകളിൽ നിന്നും നിങ്ങൾക്ക് സോങ്ങുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് സെർച്ച് മ്യൂസിക് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഏതാണോ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട സോങ് ഏതാണോ ആ സോങ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പുലിമുരുകൻ എന്ന സിനിമയിലെ ഒരു സോങ് എൻ്റർ ചെയ്യാണ്. അതിനുവേണ്ടി ഞാനിവിടെ പുലിമുരുകൻ ഇവിടെ ടൈപ്പ് ചെയ്തു. ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നിങ്ങൾ നോക്കുക, ഇവിടെ വന്നത് പുലിമുരുകൻ BGM ആദ്യത്തേത്, രണ്ടാമത്തേത് ചിന്നമ്മ എന്നുള്ള സോങ് ആണ് വന്നത്. അതിനുശേഷം സി ഓൾ സോങ്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എനിക്ക് വേണ്ടത് ഈ സോങ് അല്ല, എനിക്ക് വേണ്ടത് മറ്റൊരു സോങ് ആണ്. ഇവിടെ കാണുന്ന കാടണിയും കാൽച്ചിലമ്പ എന്ന സോങ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാനിതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ്, ആഡ് ടു ക്യൂ ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡിംഗ് എന്ന് കാണാൻ സാധിക്കും. മാത്രവുമല്ല, സ്ക്രീനിന്റെ ഏറ്റവും മുകളിലായിട്ട് വലത് ഭാഗത്ത് താഴേക്കുള്ള ഓരോ ബട്ടണിൽ പച്ചമരത്തിൽ 1 എന്ന് എഴുതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം അത് ഒരു സോങ് ഡൗൺലോഡ് ആവുന്നതെന്നാണ്. ഇപ്പോൾ ആ ഇൻഡിക്കേഷൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കാണുന്ന യുവർ സോങ്സ് എന്ന ഭാഗത്ത് നോക്കാം. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, കാടണിയും കാൽച്ചിലമ്പേ എന്ന സോങ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ഈ സോങ് ഇവിടെ പ്ലേ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഏത് സോങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡൗൺലോഡ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങളുടെ മറ്റൊരു ഫോണിൽ നിന്നും പാട്ടുകൾ സെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഇമ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വൈഫൈ ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ഫോണിൽ നിന്നാണോ ഫയലുകൾ ഈ ഫോണിലേക്ക് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൺ എടുക്കുക. ആ ഫോണും നിങ്ങളുടെ ഈ ഒരു ഐഫോണും ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ മറ്റേ ഫോണിൽ, ഞാനിവിടെ എൻ്റെ ഒരു ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസറിൽ നിങ്ങൾ അഡ്രസ് ബാറിൽ ഇവിടെ കാണുന്ന ആ ഒരു നമ്പർ 192.168.1.3/8080 ഈ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവ രണ്ടും ഒരേ വൈഫൈയിൽ ആവാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ നഷ്ടമാവും. ശേഷം ഗോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാടണിയും കാൽച്ചിലമ്പേ marival.mov ഇങ്ങനെ 2 ഫയൽ കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന രണ്ടാമത്തെ ഫയൽ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ വീഡിയോ വർക്കാവുമോ എന്നറിയാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. വീഡിയോ ഫയലുകൾ വർക്കാവില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഐഫോണിനകത്ത് യുവർ സോങ്സ് എന്ന ഭാഗത്ത് ആ ഒരു ഫയൽ കാണാത്തത്. ഇനി എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് നോക്കാം. സോങ്ങുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന ചൂസ് ഫയൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ മാനേജർ ആണെങ്കിൽ ഫയൽ മാനേജർ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സോങ്ങുകളെല്ലാം ഓപ്പണായി വന്നിരിക്കും. ഞാനിവിടെ കാണുന്ന അനുരാഗത്തിൻ വേളയിൽ എന്ന MP3 ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു MP3 ഇവിടെ സെലക്ട് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സ്ക്രീൻ ഒന്ന് സൂം ചെയ്യാം. അങ്ങനെ സോങ് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ അപ്ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് അപ്ലോഡ് ആവുന്നതിന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഐഫോണിൻ്റെ സ്ക്രീനിൽ ആഡഡ് എന്നൊരു മെസ്സേജ് വന്നു പോയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് യുവർ സോങ്സ് എന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, webvine.net, നിവിൻ പോളി, ഇഷത്ത് അൽവാർ. നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ നോക്കുക, ഞാനിപ്പോൾ പറഞ്ഞ അനുരാഗത്തിൻ വേളയിൽ എന്ന സോങ് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഏത് സോങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു ഫോണിലുള്ള ഏത് സോങ്ങും നിങ്ങളുടെ ഫോണിനകത്തേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. കൂട്ടുകാർക്ക് ആപ്ലിക്കേഷനും വീഡിയോയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക.
അഥവാ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ, ഐഫോണിനും ആൻഡ്രോയിഡിനും വേണ്ടിയിട്ടുള്ള നല്ല നല്ല ആപ്ലിക്കേഷനുകൾ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നീ.